കരിപ്പൂരിൽ നിന്ന് ദോഹയിലേക്കുള്ള വിമാനം വൈകുന്നതിൽ പ്രതിഷേധം. രാവിലെ 9:35 ദോഹയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത്. ദോഹയിൽ നിന്നുള്ള വിമാനം കരിപ്പൂരിൽ എത്തിയിട്ടില്ല. സോണൽ ചേരുന്നുണ്ട്. സോണൽ, എന്താണ് ഈ വിമാനം വൈകാനുള്ള കാരണമായിട്ട് പറയുന്നത്? ഇപ്പോഴും പ്രതിഷേധം തുടരുക തന്നെയാണോ യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന്? രജനി, പ്രധാനമായി പറയേണ്ടത് ഇന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ട 5 വിമാനങ്ങൾ രാവിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അതിൽ 4 എണ്ണം അവിടെ നിന്ന് തിരിച്ച് കരിപ്പൂരിൽ എത്തിയിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് കരിപ്പൂരിൽ നിന്ന് ദോഹയിലേക്ക് പുറപ്പെടേണ്ട വിമാനം വൈകുന്നത്. രാവിലെ 9:35 ദോഹയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇപ്പോഴും വൈകുന്നത്. ദോഹയിൽ നിന്നും വിമാനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അധികൃതർ, അതായത് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു യാത്ര വൈകിട്ട് 4:40 വീണ്ടും ആരംഭിക്കും, അല്ലെങ്കിൽ ആ വിമാനം വൈകിട്ട് പുറപ്പെടും എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ യാത്രക്കാർക്ക് പല ആവശ്യങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം രാവിലെ പോയിട്ട് മറ്റാവശ്യങ്ങളുള്ള ആളുകളൊക്കെ വൈകിട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് തങ്ങൾക്ക്. അതുകൊണ്ട് യാത്ര പുനർക്രമീകരിക്കണം എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത്. രജനി, ശരി. കരിപ്പൂരിൽ നിന്നും ദോഹയിലേക്കുള്ള വിമാനം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. രാവിലെ 9:35 ദോഹയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത്. സോണിലാണ് വിവരങ്ങൾ നൽകിയത്.